കിഡ്സ് ഫെസ്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാനും അതിനെപ്പറ്റി പറയാനും ഇപ്പോൾ കൂടെയുള്ളത് കിൻഡർ ഗാർഡൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ഷൈനി സിറിയക് മാഡം ആണുള്ളത്. കൊച്ചി ടിവിയുടെ പ്രോഗ്രാമിലേക്ക് ആദ്യം തന്നെ സ്വാഗതം പറയുന്നു. ഇതിപ്പോൾ കിഡ്സ് ഫെസ്റ്റ് എത്രാമത്തെ വർഷമാണ് നമ്മൾ നടത്തുന്നത്? ഇതിപ്പോൾ 19th ഇയർ ആണ്. 1994 ഇത് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ വർഷം പോരുമ്പോഴും ഇതിന്റെ കോമ്പറ്റീഷൻസിന്റെ ഐറ്റംസിന്റെ എണ്ണമൊക്കെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. ആദ്യം ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് 14 ഇവന്റ്സ് ഉണ്ട് നമുക്ക്. ഈ പാരന്റ്സിന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിനോടുള്ള ഫെസ്റ്റിനോട്? ഈ പേരൻസ് കണ്ടാൽ തന്നെ അറിയില്ല, ഇത്രയും ക്രൗഡ് എല്ലാ കൊല്ലം വീണ്ടും വീണ്ടും വരുന്നത് അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കുമല്ലോ. ശരിക്കും നമ്മൾ ചിൽഡ്രൻസ് ഡേയുടെ കമമറേറ്റ് ചെയ്യാൻ കൂടിയാണ് ഇത് നടത്തുന്നത്. അത് എല്ലാ കൊല്ലവും നവംബറിലെ സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും. സാറ്റർഡേ അപ്പോൾ ഏകദേശം അത് 14th അടുത്തായിരിക്കും വരിക. സെക്കൻഡ് സാറ്റർഡേ കാൽക്കുലേഷൻ ഭയങ്കരമാണല്ലേ. ഈ പാരന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ വരാറില്ല ഓരോ ഇയർ വരുമ്പോഴും? ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ ആയിക്കോളാം എന്തെങ്കിലും സജഷൻസ് എന്തായാലും? എനിക്ക് ഏറ്റവും അധികം സർപ്രൈസിംഗ് ആയി തോന്നുന്നത്, എനിക്കറിയില്ല, PT ആണ് അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു PT ആണ് ഞങ്ങൾക്കുള്ളത്. ഇത് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി PT ഏറ്റെടുത്ത് നടത്താനാണ്. ടീച്ചേഴ്സ് ഓഫ് കോഴ്സ് നമ്മുടെ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യാൻ ടീച്ചേഴ്സും സ്റ്റാഫ് ഹെൽപ്പ് ചെയ്യും. പിന്നെ മാനേജ്മെൻറ്റും നല്ല സപ്പോർട്ടാണ്. പേരൻസിന്റെ ഫീഡ്ബാക്ക് വളരെ കുറവാണ്. നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നത്, വളരെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നത്. എല്ലാ പാർട്ടിസിപ്പൻസിനും നമ്മളൊരു ഗുഡി ബാഗ്, നിങ്ങളെ ഗുഡി ബാഗ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏത് പാർട്ടിസിപ്പന്റ് വന്നാലും ഈ ക്യാമ്പസിൽ പോകുമ്പോൾ ഈ ഗുഡി ബാഗ് ഉണ്ടാവും. അതിലൊരു 27 ഐറ്റംസ് ഉണ്ട്. ഇറ്റ് ഈസ് വർത്ത് ആൻഡ് മോർ ദാൻ 700 rupees. അത് എന്തായാലും ഒരു ഉറപ്പായിട്ടുള്ള പ്രൈസ് ആണ് വിത്ത് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ എന്തായാലും ഈ കിഡ്സ് ഫെസ്റ്റിന്റെ 2013 എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇതിലും ലാബറട്ടറിയുടെ അടുത്തോടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരാണ് സിംഗു, കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളിപ്പോൾ ഏതൊരു ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റം കാണാനായിരിക്കും നമ്മൾ പോയിരിക്കുക. ആ സ്റ്റേജിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ ഓഡിറ്റോറിയത്തിലായിരിക്കും പോയിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ക്ലേ മോഡലിങ്, കളറിങ്, ആക്ഷൻ സോങ്, അത് ഇത് ഡാൻസ്, പാട്ട്, ടാബ്ലോ, ഫാൻസി ഡ്രസ്, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. ഇതിലൊക്കെ പങ്കെടുക്കുന്നത് ഇത്രയുള്ള കൊച്ചു കൊച്ചു കൂട്ടുകാരായതുകൊണ്ട് ഏത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കിഡ്സ് ഫെസ്റ്റ് എന്നാണ് റിയൽ കിഡ്സ് ഫെസ്റ്റ്. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കിഡ്സിനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പാരൻസും അവരുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് നോക്കിയാലും കംപ്ലീറ്റ് ചെറിയ ചെറിയ കുസൃതി കുട്ടന്മാരാണ്. അപ്പോൾ അവിടെയുള്ള ചില കളികൾ കണ്ടുകൊണ്ടിരിക്കാനും അവരുടെ പാരൻസ് അവരെ പുറകോടുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൻ്റെ അകത്തും പുറത്തും ശരിക്കും ഒരു കിഡ്സ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഓൾറെഡി പഠിച്ച് വെച്ചിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ് ആള്. ചേച്ചി പേരെന്താ? ഞാൻ ചോദിച്ച ചേച്ചിയുടെ പേരാണ്. മോളുടെ പേരല്ലല്ലോ പറഞ്ഞു. മോളുടെ പേരെന്താ? അർപ്പണ. മോളല്ല, എൻ്റെ സ്കൂളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ടീച്ചറാണോ? അതെ. ഏത് സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളത്? അപ്പോൾ അവരുടെ കൂടെ ഒരു ഹെൽപ്പിനും സപ്പോർട്ടിനും വേണ്ടി വന്നേക്കാണ്. നിങ്ങൾ എത്ര പേര് വന്നിട്ടുണ്ട് മൊത്തത്തിൽ? ഞങ്ങൾ 16. ഇപ്പോൾ ഇതിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? ഇവിടെ 17. നമ്മുടെ സ്കൂളിൽ നിന്നല്ല ഇതുപോലുള്ള കോമ്പറ്റീഷൻസും കിഡ്സ് ഫെസ്റ്റിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ടോ? ആണല്ലേ. സ്കൂള് പിള്ളേർ ജോറാണോ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ റിസൾട്ട് എപ്പോൾ വരും? ഇവിടെ വെയിറ്റ് ചെയ്യണം, എപ്പോഴാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഓരോരോ കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് ഓരോരോ ടീച്ചർമാർ വെയിറ്റിംഗ് കാണാം. ടീച്ചർ ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? LKG അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ടീച്ചറാണത് കം പാരന്റ് കൂടിയാണോ? അല്ല. ഓക്കെ, അപ്പോൾ ഈ ടീച്ചറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കോമ്പറ്റീഷൻസിൽ ആ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പങ്കെടുക്കുന്നുണ്ട്, കൊച്ചു കൂട്ടുകാർ. അപ്പോൾ ഓരോരോ സ്ഥലത്തായിട്ട് ഓരോരോ ടീച്ചേഴ്സ് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ ആൾക്കാർ വന്നു അങ്ങോട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. ഒറ്റ എണ്ണം കുറയ്ക്കുന്നില്ല നമ്മൾ. സമ്മാനം അടിച്ചിട്ടേ പോകുള്ളൂ. സ്കൂൾ ഓൾറൗണ്ട് പെർഫോമൻസ് ആണല്ലേ. എന്നാലും ഓൾ ദ ബെസ്റ്റ് സ്കൂളിൽ കേട്ടോ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി പണിയാം. അടുത്ത കോമ്പറ്റീഷൻ നടക്കുന്ന സ്റ്റേജിലേക്ക് പോവാം. റെഡി?
അപ്പോൾ കിഡ്സ് ഫെസ്റ്റിൽ വീണ്ടും എനിക്ക് 2 കൊച്ചു കൂട്ടുകാരികളെ കിട്ടിയിരിക്കുകയാണ്. ഇവരെ എനിക്ക് പരിചയപ്പെടണം, നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കണം. 2 പേരും കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വന്ന് വളരെ ടയേർഡായിട്ടിരിക്കുകയാണോ? ഹലോ, ക്യാമറ നോക്കി അങ്ങനെ ഇരിക്കുക. പേര് പറഞ്ഞേ. വളരെ ചെറിയ പേരാണ്, നിയ ഷാജു. അപ്പോൾ ഏത് കോമ്പറ്റീഷനിൽ ഇന്നിപ്പോൾ ഇവിടെ കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുത്തേ? കളറിങ്ങോ? അതെയോ, കളറിങ്ങോ? നന്നായിട്ട് കളർ ചെയ്യാൻ പറ്റുമോ? ആഹാ, ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഏത് ക്ലാസ്സിലാ? അങ്കമാലിയിലാണ് ഈ പറഞ്ഞ സംഭവം. ക്ലാസ് LKG UKG ആയിരിക്കും. അതേ സ്കൂളിൽ തന്നെയാണോ പഠിക്കണേ? 2 കൂട്ടുകാരികളാണോ? ആണോ? എന്നിട്ട് ഈ കളറിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, നന്നായിട്ട് ചെയ്തോന്നൊക്കെ ചോദിച്ചോ? എന്താ പറഞ്ഞോ? സമ്മാനം കിട്ടുമെന്ന് ചോദിച്ചോ അമ്മ? ഇതുപോലെ നേരത്തെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? കളർ ചെയ്യാൻ പോകാറുണ്ടോ? വീട്ടിലൊക്കെ കളറിംഗ് ബുക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? നന്നായിട്ടൊക്കെ കളർ ചെയ്യുമോ? എന്നിട്ട് ഇപ്പോൾ ഇന്ന് എന്തായിരുന്നു കളർ ചെയ്യാൻ തന്നത്? ഏത് പടമായിരുന്നു, ഓർക്കുണ്ടോ? ഇല്ല, കളർ ചെയ്യാൻ പറഞ്ഞു, കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്ര നമുക്കറിയാമോ. സമ്മാനം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയാൽ അത്ര നല്ലത്. രാജഗിരി സ്കൂളിലെ കിൻഡർ ഗാർഡനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മക്കൾ കയറുമ്പോൾ പാരൻസിനൊന്ന് ഫ്രീ ആകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നിരിക്കാം, കാറ്റുകൊള്ളാം. അതുപോലെ തന്നെ പങ്കെടുക്കാൻ കുട്ടികൾ കയറുമ്പോഴും പങ്കെടുത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലമാണ്. ഇവിടെ വന്ന് ഞാൻ ആദ്യം ഇരുന്നപ്പോൾ എനിക്ക് തോന്നി പ്രോഗ്രാം ചെയ്യേണ്ട ഇവിടെ നിന്ന് ഞാനൊന്ന് ഫ്രീ ആവാന്ന്, പക്ഷേ സമ്മതിക്കുന്നില്ല. നമുക്ക് എന്തായാലും കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വന്നിട്ടുള്ള 2 കൊച്ചു കൂട്ടുകാരികളെ പരിചയപ്പെടാം അല്ലേ? പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ആഹാ, ഏതൊക്കെ കോമ്പറ്റീഷനിലാണ് പങ്കെടുത്തത്? മെമ്മറി ടെസ്റ്റിലാണോ? ആണോ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയൂ? ലാസ്റ്റ് ചോദിക്കാം, ആദ്യം വിശേഷം ചോദിക്കട്ടെ. ഏത് സ്കൂളിൽ നിന്നാണ് പറഞ്ഞേ? മെമ്മറി ടെസ്റ്റിൽ പങ്കെടുത്ത ആൾ സ്കൂളിൻ്റെ പേര് ആലോചിക്കുവാണോ? 2 പേരും ഒരു സ്കൂളിൽ നിന്നാണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? UKG ആണല്ലോ. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണോ? ആണോ? കളിക്കും ഒരുമിച്ചൊക്കെ? എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട്? എന്ത് തോന്നി? നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? കൊച്ചു TV ഒക്കെ കാണാറുണ്ടോ? ഏത് പ്രോഗ്രാമാണ് ഇഷ്ടം? ഡോറ ബുജിയുടെ ഫാനാണോ താങ്കൾക്കോ? ചോക്ലേറ്റ് ഒരുപാട് തിന്നാറുണ്ടോ? പല്ല് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ആണോ? ഇതുപോലുള്ള കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആണോ? വീട്ടിൽ നിന്ന് പാരൻസ് ഭയങ്കര സപ്പോർട്ടാണോ? ഓ, അപ്പോൾ എന്തൊക്കെയാണ് ഈ മെമ്മറി ടെസ്റ്റിന് നമുക്ക് പങ്കെടുക്കണമല്ലോ, അപ്പോൾ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഓർത്തുക? എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമുണ്ടായില്ല അല്ലേ? ജഡ്ജസിന് ചാക്ക് കിട്ടുമോ? ഉത്തരമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു സമ്മാനം കിട്ടുമോ? ആണല്ലേ? അപ്പോൾ എന്തായാലും 2 സമ്മാനം ഇരിക്കുന്നുണ്ടല്ലോ. ഓൾറെഡി ഒരു സമ്മാനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി റിസൾട്ട് പിന്നെ വരാം. അമ്മമാരെല്ലാം സമ്മാനം കൊടുത്തിട്ട് ആദ്യം കിൻഡർ ഗാർഡനിൽ കിടന്ന് നിങ്ങൾ എൻജോയ് ചെയ്യാമല്ലേ? എല്ലാത്തിലും കയറിയോ? ആണോ? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കയറാം. എന്തായാലും മെമ്മറി ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടട്ടെ. 2 പേർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടും. എന്നാലും കുഴപ്പമില്ല, കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ രാജഗിരി പബ്ലിക് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഓഡിറ്റോറിയത്തിലേക്കാണ്. ചെറുതൊന്നുമില്ല, അകത്ത് കയറുമ്പോൾ പറയാൻ വലിയ ഓഡിറ്റോറിയമാണ് ഇത്. ഇവിടെ നമ്മുടെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ കുട്ടികളുടെ പാരൻസിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഇത് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അവർ കോമ്പറ്റീഷനിൽ കയറുമ്പോൾ മൊത്തത്തിൽ ടെൻഷനൊന്നും ഫ്രീ ആക്കാനും പിന്നെ ഇവിടെ വന്നിട്ട് അത്യാവശ്യം കാലം പർച്ചേസ് ചെയ്യാനുള്ള സെറ്റപ്പാണിത്. ഇതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ കയറിയപ്പോൾ കണ്ടത് കുറേ പലതരം ബുട്ടീക്കുകളുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്ലാനിങ് കാര്യമായിട്ടൊക്കെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും ഗ്രൂപ്പൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്റ്റാൾസ് പാരൻസിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോളിലൊക്കെ നമുക്ക് കയറാം, ഓരോന്ന് കാണാം. ഒപ്പം ഏറ്റവും എൻഡിൽ പാരൻസിന് വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസും ഗെയിംസും ഒക്കെ നടത്തുന്നുണ്ട്. അവിടെയും പ്രൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ കിഡ്സ് ഫെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല അത്യാവശ്യം പാരൻസിനും സമ്മാനം അടിച്ചുകൊണ്ട് പോകാം. നമുക്ക് എന്തായാലും ഈ ഹാളിലേക്ക് കയറാം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ചെക്ക് ഇറ്റ് ഔട്ട്.
ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ഒരു കൊച്ചു കൂട്ടുകാരിയുടെ പാരന്റിനെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്? എൻ്റെ പേര് ധന്യ. ടീച്ചറാണല്ലേ? അതെ, ടീച്ചറാണ്. അപ്പോൾ പറ്റിയ ആളത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ മോളുടെ പേരെന്താണ്? ദേവിക. ഏത് കോമ്പറ്റീഷനിൽ നിന്ന് വന്നിട്ട് പങ്കെടുത്തത്? ആണല്ലേ? ഇതുപോലെ കോമ്പറ്റീഷൻസിലൊക്കെ കൊണ്ടുപോകാറുണ്ടോ ടീച്ചറെ? ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും കവർ ചെയ്യാറുണ്ടല്ലേ? ആളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG. അപ്പോൾ സ്കൂൾ വൈസ് ആണോ ടീച്ചർ വന്നത് അതോ പാരന്റ് ആയിട്ടാണോ വന്നത്? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആസ് എ പാരന്റ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട് ഈ കിഡ്സ് ഫെസ്റ്റിൽ. 1-2 ആൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കിഡ്സ് ഫെസ്റ്റ് ഇതുപോലെ എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടില്ല ആസ് എ പാരന്റ്? അതായത് ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ ബുക്കുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു തരത്തിലുള്ള പഠന രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ടീച്ചേഴ്സും പാരൻസും ഒരുപാട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് നല്ലൊരു രീതിയായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പങ്കെടുത്ത നമ്മുടെ കൊച്ചു കുട്ടിക്കാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നിങ്ങളെ ഇനി സ്കൂൾ വൈസും ഇവിടെ വന്നിട്ട് എല്ലാ കുട്ടികളും ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. KG സെക്ഷൻ കുട്ടികളെ എല്ലാ വർഷവും കൊണ്ടുവന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ. പങ്കെടുത്ത് സമ്മാനം കിട്ടില്ലെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ അതെ അതെ. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് പാരൻസും കുട്ടികളൊക്കെ നിൽക്കുന്നത് രാജഗിരി പബ്ലിക് സ്കൂളിൻ്റെ മെയിൻ ഓഡിറ്റോറിയത്തിലാണ്. വേറെ ഒന്നുമല്ല, ഇവിടെയാണ് ഇനി നമ്മുടെ സമ്മാനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. In the past, a student was asked to by heart a lot of things. The more the students were able to by heart, the better they were able to perform in the examinations and achieve success. But today the system has been changed. It is almost impossible for the students to do justice to a topic just by hearting. They are therefore encouraged to understand, digest, and internalize the subjects they are studying. Only then they will be able to perform well in the examination and achieve success. Learning through doing is part of this new teaching learning methodology. Thank you very much for inviting me here. I think I am coming to a school function after a really long time and I'm just completely transported back to school. I'd like to just enhance what Father just said, that yes, today's learning is learning through doing. മുത്തു ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം രാജഗിരി പബ്ലിക് സ്കൂളിൻ്റെ കിൻഡർഗാർട്ടൻ നടത്തിയ കിഡ്സ് ഫെസ്റ്റ് 2013 ഇത്തവണ വിന്നറായിട്ടുള്ള ഇത്തവണയല്ല ഹാട്രിക് കിരീടമാണ് നേടിയിട്ടുള്ളത് രാജഗിരി ക്രിസ്തു ജയന്തി കിൻഡർഗാർട്ടൻ. അപ്പോൾ ഇവർ ഇത്തവണ ഹാട്രിക് കിരീടം നേടിയിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് വെച്ചിരുന്നത്